ഡാർലീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പാൽപുട്ടാണ് നമുക്കിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അത് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പാൽപുട്ട് ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പുട്ടിൻ്റെ പൊടി ഈ മെഷറിംഗ് കപ്പിന് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 250 ml ആണ് ഈ കപ്പ്. നമുക്ക് ഒരുപാട് പുട്ടൊന്നും ഇവിടെ വേണ്ട, ആളുകളൊക്കെ കുറവായതുകൊണ്ട്. അതുകൊണ്ട് നമുക്കതിനകത്ത് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, എന്നിട്ട് നമുക്ക് അതൊന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് പാൽ ചേർത്ത് അത് കുഴയ്ക്കാം. 1/2 കപ്പ് പാല് ചേർക്കാം. ഈ അരിപ്പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് പാലിൻ്റെ ഇതിനും വ്യത്യാസം വരും. എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്കത് ഒന്ന് കുഴയ്ക്കാം. പുട്ടുപൊടി ഇവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് 1 സ്പൂണ് നെയ്യ് അങ്ങോട്ട് ഒഴിക്കാം. അതിലേക്ക് ക്യാരറ്റ് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അങ്ങോട്ടിടാം. അതിനകത്തോട്ട് നമുക്ക് ഒരു ശകലം തേങ്ങയുടെ അങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴവട്ടെ. ക്യാരറ്റ് ഇവിടെ വഴന്നിട്ടുണ്ട്. നമുക്കിനി അത് ഇച്ചിരി ഒന്ന് ആറിയതിന് ശേഷം പുട്ടിൻ്റെ പൊടിയിലേക്ക് ചേർക്കാം. ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമുക്കിനി അത് പുട്ടിൻ്റെ പൊടിയിലേക്ക് ഇട്ടതൊന്ന് മിക്സ് ചെയ്യാം. ക്യാരറ്റും പുട്ടിൻ്റെ പൊടിയും എല്ലാം കൂടെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് പോകാം. അതിന് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് അല്പം തേങ്ങ ഇട്ട് പുട്ടുപൊടിയും ഇട്ട് വീണ്ടും ഒരല്പം തേങ്ങയുടെ നമുക്കിടാം. പുട്ടുപൊടി ഇടാം. വീണ്ടും അല്പം പുട്ടുപൊടി ഇടാം. നമുക്ക് കുക്കറിൽ ഇവിടെ വെള്ളം തിളച്ച് ആവി വന്നിട്ടുണ്ട്. നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് വെക്കാം. ഇനി അതവിടെ ഇരുന്ന് ഒന്ന് ആവി വന്ന് പുട്ട് വേകട്ടെ. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീയെല്ലാം ഓഫ് ചെയ്തു. നമുക്കിനിയും പുട്ട് പ്ലേറ്റിലേക്ക് എടുക്കാം. പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ രുചിയുള്ള ഒരു പുട്ടാണ്. ഇത് രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് മുതിരത്തോരൻ്റെ കൂടെയും പയർ തോരനെ പപ്പടം ഇതൊക്കെ കൂട്ടി ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബായ്.